ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താ പറയുക, വളരെ സിമ്പിളായിട്ടും എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ഉണക്കച്ചെമ്മീനും വറ്റൽ മുളകും ചതച്ചത്. അടിപൊളി ടേസ്റ്റല്ലേ, ചോറിനോടൊക്കെ ഊട്ടി അങ്ങോട്ട് കഴിക്കാൻ പറ്റിയത്. നല്ല രുചിയല്ലേ ഉണക്കച്ചെമ്മീൻ, എങ്ങനെ വെച്ചാലും നല്ലതാണ്. അപ്പോൾ ഉണക്കച്ചെമ്മീനും ഉണക്കമുളകും കൂടെ ചതച്ചത്, അതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. വളരെ പെട്ടെന്ന് തന്നെ കഴിയണം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തിയേക്കണം. അപ്പോൾ സമയങ്ങളാണ് നമുക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ നമ്മൾ നല്ലപോലെ കഴുകി വേഗത്തിട്ടൊന്ന് ഉണക്കിയതാണ് കേട്ടോ. അപ്പം ഇത് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കഴുകിയേ എടുക്കാവുള്ളൂ. അപ്പോൾ ഇത് കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് ഈ പാൻ്റെ അകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ആദ്യമേ തന്നെ എണ്ണയൊന്നും ഒഴിക്കണ്ട. പാൻ ചൂടായതിന് ശേഷം നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഈ പാൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഒരു 50 ഗ്രാമേ ഉള്ളൂ. ഇത് ഈ പാൻ്റെ അകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം നമുക്ക് ഇത് നല്ല മുരുമുരാന്നിരിക്കണം, എന്നാലേ അത് കറക്കിയെടുക്കാൻ പറ്റുള്ളൂ മിക്സിക്കകത്ത്. അപ്പോൾ ആ രീതിയിൽ അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീനൊക്കെ നല്ല മുരുമുരാന്നായിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ വേണം, കാരണം പൊടിച്ചെടുക്കത്തക്ക രീതി വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഇത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ മുറത്തിൻ്റെ അകത്തോട്ടിടാം. ഇപ്പോൾ നമ്മൾ മുറത്തിൻ്റെ അകത്തോട്ടിട്ടു. ഇനി നമുക്ക് ഈ പാൻ്റെ അകത്തോട്ട് തന്നെ ഒരു 10-12 എരിവില്ലാത്ത കാശ്മീരി മുളകുകൾ, ആ മുളകും കൂടെ ഇതിൻ്റെ അകത്തോട്ടിടാം. അപ്പോൾ ഇത് ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇതുണ്ടോ, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കുക. കാരണം ഈ ചെമ്മീൻ്റെ അകത്ത് ഈ മുള്ളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചൊന്ന് അമുക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ മുള്ളെല്ലാം അങ്ങ് പൊടിഞ്ഞ് പോക്കുള്ളൂ. മുളക് അടുപ്പത്തിരിക്കുന്നു. അപ്പോൾ ഇത് ഷംലാടെ എടുത്ത് കൊടുക്കട്ടെ, ഒന്ന് പേറ്റി പറക്കി വൃത്തിയാക്കി എടുക്കട്ടെ. നഷ്ടമല്ലേ? അപ്പോൾ ഈ മുളക് നമുക്ക് ഈ പാൻ്റെ അകത്തോട്ട് തന്നെ അല്പസമയം ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ മുളകൊക്കെ അതേ വറുത്ത് വരുന്നുണ്ട്, കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇതേപോലെ കരിഞ്ഞു പോകാതെ ഈ രീതിയിലൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇതോടെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മുളക് വറുത്ത് മാറ്റിയപ്പോൾ ഇതങ്ങ് നിർത്തി കേട്ടോ. ഇനി നമുക്ക് ഈ മുളകൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ഇതേപോലെ ഒരു ജാറെടുക്കുക, അതിൻ്റെ അകത്തോട്ട് അപ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുളക് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആദ്യമേ നമുക്കൊന്ന് ഒരു കറക്ക് ഇറക്കുക, തുറന്ന് നോക്കുക. നമുക്കൊരല്പം വാളംപുളി, ഇത് ഒരു ചെറിയ നെല്ലിക്കയുടെ അത്രയുള്ളൊരു വാളംപുളി, അതൊന്ന് ഇതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. നമുക്ക് ഒരു 3/4 ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു കറക്കൂടെ മതി. ഈ 2 കറക്കിറക്കിയാൽ മതി. ഇതാണ് ഊരാക്കുക. അപ്പം ചെമ്മീൻ മുറത്തിൻ്റെ അകത്തിട്ട് ഒന്ന് പേറ്റിപ്പിറക്കി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ചെമ്മീൻ റെഡിയായി, ഉണക്കമുളകും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് അടുപ്പ് ഒന്നുകൂടെ ഒന്ന് കത്തിക്കണം. ഇനി നമുക്ക് ഒരു 10 രൂപ ചെറിയ ഉള്ളിയുണ്ട്, ചെറുത് വലുതെല്ലാം കൂടെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. പാൻ്റെ അകത്തോട്ട് ചൂടായതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു ലേശം എണ്ണ കൂടെ, ഒരു 2 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഫ്രൈ ആയിട്ട് ഒരു 10-15 വെളുത്തുള്ളി, ആ വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇച്ചിരി കറിവേപ്പില, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ഫ്രൈ ആകട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട്. ഒരല്പം കൂടെ ഒന്ന് ചുമക്കട്ടെന്നും കണ്ടാണ്. അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽ മുളക്, ആ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എരിവില്ലാത്ത മുളകാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. എരിവും ഒരല്പം വാളംപുളിയൊക്കെ ചേർത്താണ് ഇന്ന് ഇളക്കി കൊടുക്കുക.
ഇതുപോലൊക്കെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ കേട്ടത് 1 കിലോ ചോറ് തിന്നും. അപ്പോൾ ഇത് ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിടണം കേട്ടോ. ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. അപ്പം തേങ്ങ ഇല്ലാതെ നമ്മൾ ചെമ്മീനും ഉണക്കമുളകും കൂടെ ചതച്ചത് അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അല്ല, ഇനി നമുക്ക് ചെമ്മീനോട് ഇട്ട് കൊടുക്കുക. ഇനി ആ ചെമ്മീൻ ഇട്ട ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ നാടൻ ഐറ്റമാണ് അല്ലേ, വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടി ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചെമ്മീനും മുളകും ചതച്ചത്. ചൂട് കുത്തരിച്ചോറിൻ്റെ കൂടെയൊക്കെ പിടിപ്പിക്കാൻ നല്ല സാധനം. അതുപോലെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരിയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ്. കാര്യം ഞാൻ പറഞ്ഞില്ല, ഇത് ഇങ്ങനത്തെ ഒരു ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട, ഇത് കൂട്ടി തന്നെ ചോറിന് അത്രയും രുചിയാണ്. ചെയ്തു നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ നിർത്തിയേക്കാം. നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയാണ്. നമ്മളിപ്പോഴത്തെ ഒരു തലമുറയിൽപ്പെട്ട പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ വളരെ വളരെ കുറച്ചാണ് കുട്ടികളൊക്കെ ഉണ്ടാകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പഴയ കാലത്തെ ഒരു ഐറ്റങ്ങൾ, ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ചെമ്മീനും ഉണക്കമുളകും ചതച്ചതെന്ന് പറഞ്ഞാണല്ലോ. തീർച്ചയായിട്ടും ഒരുപാട് കറികളൊന്നും വേണ്ട. ഇത് ചോറിനുണ്ട്, ഇതൊരൊറ്റ ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ചോറിനാം. വളരെ തൃപ്തിയോടെ ടേസ്റ്റോട് കൂടി ചോറിനാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. ഇപ്പം മോഡേൺ ഫുഡ് മാത്രമല്ല, ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മുടെ നാടൻ രീതിയിലുള്ള ഫുഡുകളും കറികളും ഒക്കെ ചെയ്ത് പഠിക്കുക, അറിയാൻ പറ്റാത്തവരൊക്കെ കേട്ടോ. ഇതൊക്കെ ഒരുപാട് പുറകിലോട്ട് പോയ ആൾക്കാരൊക്കെ ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളാണ്. നമ്മളെ കൊണ്ടാവുന്ന പോലെ ടേസ്റ്റിയായിട്ട് നമ്മൾ പുതിയ ആൾക്കാർക്കൊന്ന് കാണിച്ചു കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്തു നോക്കുക. രുചികരമായ ഒരു ഐറ്റമാണിത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ വേറെ കാര്യമുണ്ട്, ആ ബെൽ ബട്ടണൊക്കെ അമർത്തണം. എന്നാൽ മാത്രമല്ല നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്തത്തുള്ളൂ. തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യണം കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.